ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 44 പീസ് വീതം വരുന്ന 2 ബൾക്കായിട്ടുള്ള മോഡൽസും ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഓർഡർ കേട്ടോ. ഇത് നമ്മൾ കളക്ട് ചെയ്തത് ഇന്നലെ രാത്രി പോയിട്ടാണ്, അതായത് ചൊവ്വാഴ്ച രാത്രിയാണ് നമ്മൾ ഈ മെറ്റീരിയൽ കളക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മുൻപ് ചെയ്തതുപോലെയല്ല, ഇതൊരു പുതിയ മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഇല്ലാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇതിൽ ഫ്രണ്ടിലും, അതായത് നെക്കിൻ്റെ ഫ്രണ്ടിലും സ്ലീവിൻ്റെ താഴെയും വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസുകളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇതാ അവർ 11 നൂലുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം, അതായത് റീസണൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് കിട്ടിയ വലിയൊരു അബദ്ധം മൂലം നമുക്ക് സംഭവിച്ചത് റിട്ടേൺ വരികയും അത് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് അതുപോലെ തന്നെ സമയം കണ്ടെത്തി കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പുതിയ ഓർഡർ വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓർഡർ കയ്യിൽ കിട്ടിയ ശേഷമാണ് നമുക്ക് സമാധാനമായത്. കാരണം നമുക്കൊരു തെറ്റ് സംഭവിച്ചത് കൊണ്ട് നമുക്ക് ഓർഡർ കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തെറ്റ് ആർക്കായാലും സംഭവിക്കും അല്ലേ. അപ്പോൾ ഒരു തെറ്റിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടാതെയൊന്നും ഇരിക്കില്ല. എങ്കിലും നമുക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മാഷാഅല്ലാഹ് അത് നമുക്ക് പുതിയ ഓർഡറാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് നമ്മൾ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതുപോലുള്ള ഏകദേശം ഇങ്ങനത്തെയൊക്കെ ഒരു മോഡൽ വരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ 44 പീസാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ കെട്ട് അഴിക്കുമ്പോഴും ആ എണ്ണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കണക്കൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അവർ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കെട്ടാണ് കേട്ടോ ഇപ്പോൾ അഴിച്ച് നോക്കുന്നത്. അപ്പോൾ രണ്ടിലും സെയിം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കെട്ട് അഴിച്ചിട്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ 2 കെട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിതിൽ ഒരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിത് വെള്ളിയാഴ്ച അവരെ ഏൽപ്പിക്കണം. അതായത് 2 ദിവസം സമയമാണ് കേട്ടോ ഉള്ളത്. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബുധന് ഫുള്ളായിട്ടും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഫുള്ളും ഉണ്ടാകും. നമുക്ക് വെള്ളിയാഴ്ച ഇതവരൊക്കെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് കുട്ടികൾക്കുള്ളത് കൊണ്ട് 44 പീസാണ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഒരു കെട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതാ സ്ലീവ്സൊക്കെ നമുക്ക് കട്ട് ചെയ്യാതെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ സെൻറ്റർ ജോയിൻ ചെയ്യുന്നതും ജോയിൻ ചെയ്യാത്തതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ സ്ലീവ്സാണ്. ഇപ്പോൾ സ്ലീവ്സൊക്കെ ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കട്ട് ചെയ്യുന്നതും അതുപോലെ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടുമ്പോൾ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കൂടെ നമ്മളത് കാണിക്കാത്തത്. അപ്പോൾ സ്ലീവ്സിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് കേട്ടോ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും ക്രോസ് പീസ് തരുമ്പോൾ നമുക്ക് അവർ തരുന്ന മെറ്റീരിയലിൽ നിന്ന് നമ്മളാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് കേട്ടോ. അവർ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ക്രോസ് പീസുകളാണ്. ഇതൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു മോഡൽ വരുന്നത് അതുപോലെ നമ്മൾ ഇതിനു മുൻപ് സെയിം ഇതുപോലത്തെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ സ്ലീവ്സിൽ, അതായത് കയ്യിൽ ജോയിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം ഈ ഒരു പീസ് വെച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഇതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സും അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവർക്ക് കൂടി ഒന്ന് ഉപകരിക്കണമല്ലോ. നമ്മൾ പഴയ ആൾക്കാർക്ക് തന്നെ ആകുമ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ രൂപത്തിൽ വേണമല്ലോ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. പക്ഷേ അതിൽ ചെയ്തതുപോലെ അല്ല കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വർക്ക് പീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതിൽ നിന്നും. പുതിയ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗങ്ങളൊന്നും ചില ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്ത ശേഷം വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാനിതാ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ എടുത്തു പറയുന്നത് എനിക്ക് മുൻപ് ഒരു തെറ്റ് പറ്റിയത് കൊണ്ട് പ്രത്യേകം ഒന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി കൂടുതൽ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ സെറ്റായിട്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഇതാ ബാക്ക് പീസുകളാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. 44 പീസ് ബാക്കിൻ്റെ ഉണ്ടാവും. ആ 44 പീസും ഞാൻ ഇതുപോലെ ആദ്യം ഒന്ന് ബാക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ തന്നെ വെക്കുമ്പോൾ നമുക്കത് എടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരികയില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു മോഡലിൽ വരുന്നത് നമ്മൾ ഇതിന് മുൻപ് വേറൊരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അതായത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാണ്ട് വേറൊരു ആളുടെ നിന്ന് എടുത്തൊരു ഓർഡറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സെൻറ്ററിലൊരു മടക്കിയിട്ട്, അതായത് താഴേക്ക് 9 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഓപ്പൺ കൊടുക്കുന്ന രൂപത്തിൽ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 2 പീസിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലൊരു 10 ഇഞ്ചാണ് കേട്ടോ താഴേക്ക് ഓപ്പൺ കൊടുക്കേണ്ടത്. ആ ഓപ്പൺ വിട്ടിട്ട് വേണം നമ്മൾ ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വർക്ക് പീസ് നോക്കാം. അതായത് വർക്ക് പീസ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്വീക്വൻസ് വർക്കോ ഇല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ വരുന്നത്. ജസ്റ്റ് നമ്മുടെ ടോപ്പിന് മാച്ചാകുന്ന രൂപത്തിലുള്ള വേറൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കുറച്ച് ഡിസൈൻസൊക്കെ വരുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു പീസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതാ ഞാനിപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നമുക്ക് കുറച്ചധികം തന്നെ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം എല്ലാം ഒരുപോലെയല്ല വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നല്ല ഡിസൈനിൽ വരുന്ന വർക്ക് പീസുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു 5 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ആ ടോപ്പിന് മാച്ചിങ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ഒരു 5 വെറൈറ്റി ഡിസൈൻസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നതും നമുക്കൊരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു ഊർജ്ജം കിട്ടുന്നത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനും അതുപോലെ മുമ്പ് പഴയ വീഡിയോസിനൊക്കെ ഇന്നലെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുപോലുള്ള കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിലുപരി ഇതുപോലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇതുപോലെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നുകൂടി അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നെക്കിന് വേണ്ടതും സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള പീസുകളൊക്കെ ഇതുപോലെ സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ഇതിപ്പോൾ സെറ്റായിട്ടാണ് കേട്ടോ സ്ലീവ്സിനുള്ള പീസ് വന്നിരിക്കുന്നത്. നെക്കിലുള്ള പീസ് പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ, കുറച്ച് വലിയൊരു പീസായിരിക്കും സ്ക്വയർ ഷേപ്പിൽ. സ്ലീവ്സിന് വെക്കാനുള്ളത് ഇതുപോലുള്ള ചെറിയൊരു പീസായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പീസ് ഇപ്പോൾ 2 കൈക്കും കൂടിയിട്ടാണ് കേട്ടോ ഒരു പീസായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. 2 പീസാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു പീസാണ് നമുക്ക് നെക്കിൽ വെക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൽ വെക്കാനുള്ള പീസും ഇതുപോലെ സെറ്റായിട്ടായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് ആദ്യം 2 ആക്കി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കട്ടിംഗ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാണ്ട് കട്ടിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പീസിനും വേണ്ടിയിട്ടുള്ള ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും അങ്ങോട്ട് നീങ്ങാത്ത പോലെയും തോന്നും കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ഒരു പീസാണ് കേട്ടോ സ്ലീവ്സിൽ വെക്കാൻ. അപ്പോൾ ഞാനൊന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഐഡിയകളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഐഡിയകൾ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുന്നതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വയം ബുദ്ധിയിൽ തോന്നിയിട്ട് നമ്മൾ ഓരോന്ന് സ്പീഡാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ എനിക്ക് 5 10 ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ 2 ദിവസമൊക്കെ സമയം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ എടുക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് 5 10 ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് അതിൽ നിന്നൊരു വരുമാനമാണെങ്കിലും എനിക്ക് കുട്ടിനെയും കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാഷാ അല്ലാഹ് നമ്മുടെ വർക്ക് കൂടുന്തോറും അതിനനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടുന്നുമുണ്ട്.
പിന്നെ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ട് നമുക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻറ്റ് കൂടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 44 എണ്ണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മുടെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷനായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ പോലെ ചെയ്യാൻ സാധിക്കട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആകുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നല്ലൊരു സന്തോഷം, ഹാപ്പിനെസ് കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ടാകുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ 2 ദിവസം, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫോൾട്ട് പറ്റിയ വീഡിയോ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് ചർച്ച ചെയ്യാനും ഇല്ലെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കി തരാനും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലൊരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമൻസ്, നിങ്ങളുടെ സജഷൻസ് എല്ലാം നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ആ ഒരു ഉദ്ദേശം കൊണ്ട് കൂടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ എന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.